Hi dears. നമ്മൾ ഹൈപ്പർബോളിക് ഫങ്ഷൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ഹൈപ്പർബോളിക് ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല, കോസ് എച്ച് ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല, ടാൻ എച്ച് ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ ഫോർമുലകളും ഒരു ടേബിൾ പോലെ നമുക്ക് പറയാം. അത് ആ ടേബിൾ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. ഓക്കെ, ഇപ്പൊ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞ ഫോർമുലകൾ ഇതാണ്. സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിന്റെയും കോസ് എച്ച് ഇൻവേഴ്സ് എക്സിന്റെയും ടാൻ എച്ച് ഇൻവേഴ്സ് എക്സും ഇതേപോലെ കോട്ട് എച്ച് ഇൻവേഴ്സ് എക്സ് നമ്മൾ ടാൻ എച്ച് ഇൻവേഴ്സ് എക്സ് ചെയ്ത് അതേപോലെ ചെയ്യാം. സീക്ക് എച്ച് ഇൻവേഴ്സ് എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തുടങ്ങാൽ? y equal to sec h inverse x, then x equal to sec hy is equal to e raised to y 1 by cos hy ആണല്ലോ sec hy. അപ്പോൾ 1 by e raised to y plus e raised to minus y by 2 or 2 divided by e raised to y plus e raised to minus y. So this can be from this we get e raised to y plus e raised to minus y by 2 equal to 1 by x. Or ഇതിൽ നിന്ന് നമുക്ക് 2 മൾട്ടിപ്ലൈ ചെയ്ത് e raised to y മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് e raised to 2y minus 2 by x e raised to y plus 1 equal to 0. Solving we get the e raised to y and y. അപ്പൊ അതേപോലെ നമുക്ക് കൊസീക് എച്ച് ഇൻവേഴ്സ് ഒക്കെ അങ്ങനെ കാണാം. അപ്പൊ ഈ കൊസീക് എച്ച് ഇൻവേഴ്സ് എക്സിൽ നമുക്ക് ചെറിയൊരു ഇത് തോന്നാൻ കാരണം എക്സ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ എന്നുള്ളതാണ്. അത് നമുക്ക് ഇതേപോലെ ചെയ്താൽ കിട്ടും. ഈ ഫോർമുല ഈ ആദ്യത്തെ 1-2 ഫോർമുലകൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഇനി ഇതിന്റെ ഡെറിവേറ്റീവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് find d by dx of sin h inverse x. ഇത് നമ്മൾ നേരത്തെ ഇൻവേഴ്സ് ഡീൽ ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുക? ലെറ്റ് y ഈക്വൽ ടു ലെറ്റ് y equal to sin h inverse x, then x equal to sin hy, x equal to sin hy, differentiating both sides with respect to x. എന്താണ് രണ്ടു ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാം 1 equal to cos hy into dy by dx. x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അങ്ങനെയല്ലേ വരിക. അപ്പൊ dy by dx equal to dy by dx equal to 1 by cos hy എന്നുള്ളത്. ഇവിടെ നമ്മൾ നിർത്താൻ പാടില്ല, കാരണം y is a function of x alone. So dy by dx must be a function of x. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? y ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഈ റിലേഷനിൽ നിന്ന് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ഒരു സൈൻ എച്ച് വൈയും കോസ് എച്ച് വൈയും കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് നമ്മളുടെ കയ്യിലുണ്ട്. cos h square y minus sin h square y എന്താണ്? 1 ആണ്. So cos h square y equal to 1 plus sin h square y, or cos h y equal to root of 1 plus sin h square y. So this is equal to 1 by root of 1 plus, what is sin h y? Sin h y equal to x. Therefore this is equal to 1 by root of 1 plus x square. Similarly, we can find derivative of cos x, tan x, etc. So d by dx of d, if y equal to cos h inverse x ആണെങ്കിൽ dy by dx equal to 1 by root of x square minus 1. അതേപോലെ ചെയ്താൽ അതേപോലെ what about find d by dx of tan h inverse x. Let y equal to tan h inverse x
then x equal to tan hy differentiating with respect to x. Differentiating with respect to x. 1 equal to sec square y into dy by dx. Dy by dx equal to 1 by sec square y, or this equal to sec square y equal to 1, okay, 1 plus tan square y equal to sec, sorry, എന്താണ് sec square y, tan hy യും sec hy യും തമ്മിലുള്ള റിലേഷൻ എന്താണ്? sec square y plus tan square y equal to 1 ആണെന്ന് പറയുന്നത് ആണോ? അത് cos square y minus sin square y equal to 1 ആണ്. ഇതിനെ cos square y കൊണ്ട് ഡിവൈഡ് ചെയ്ത 1 minus tan square y equal to sec square y. സോ രണ്ടു അർത്ഥം അല്ലേ? ഈക്വൽ ടു ഇതിനങ്ങോട്ടുണ്ടായ പ്ലസ് സൈൻ ആണ്. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന് sec square y എന്നിട്ട് 1 minus tan square y is equal to 1 divided by 1 minus tan square y. Tan y equal to x. This 1 divided by 1 minus x square. Now, ഇവിടെ ശരിക്കും ഒരു കണ്ടീഷൻ ഉണ്ട്. കാരണം this result holds only when mod x less than 1 and എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഡൊമൈൻ 1 by 1 minus x square എന്നുള്ള dy tan h inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 minus x square ആണ്, where mod x is strictly less than 1. അതേപോലെ cot h inverse x ചെയ്യുമ്പോഴാണ് പിന്നെ തിരിച്ചത് cot h inverse x equal 1 divided by root of again x square minus 1 minus x square. Here mod x is strictly greater than 1. ഇതേപോലെ ഓരോ റിസൾട്ടും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതാണ് ഡിഫറൻസിയേഷന്റെ ഫോർമുലകൾ. നമ്മൾ 1 by root of x square plus 1 നമുക്ക് ഡിറൈവ് ചെയ്തു. ഇവിടെ root of x square minus 1 x is strictly positive എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. നമുക്ക് tan h inverse x ന്റെയും cot h inverse x ന്റെയും ഡെറിവേറ്റീവ് 1 by 1 minus x square ആണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാല് tan h inverse x ന് mod x less than 1 ആണ്, and cot h inverse x ന് mod x greater than 1 ആണ്. അതാണ് വ്യത്യാസം. അതേപോലെ sec h inverse x ൻ്റെത് x 0ക്കും 1നും ഇടയിലാണ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതേപോലെ cosec h inverse x ന് x പോസിറ്റീവ് ആണെങ്കിലും x നെഗറ്റീവ് ആണെങ്കിലും രണ്ട് വാല്യൂ ആണ്. ഓക്കെ, അപ്പോ ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതിനേക്കാളും ഇന്റഗ്രൽ കാണാനാണ് കൂടുതൽ ഇതിന് ഇമ്പോർട്ടൻസ്. കാരണം നമുക്കറിയാം 1 by root of x square plus 1 ഇന്റഗ്രൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇവരെ കണ്ടത്. x by 2 into എന്നൊക്കെ പറഞ്ഞ ഫോർമുല ln of x plus root of x square plus 1 എന്നുള്ള ഫോർമുല ഒക്കെ വെച്ചിട്ടാണ് നമ്മള് ഇതുവരെ കണ്ടിരുന്നത്. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. നമുക്ക് sin h inverse x ഉം cos h inverse x ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഇന്റഗ്രൽ ഒക്കെ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇത് വെച്ചിട്ട് ഇനി ഇന്റഗ്രലിന്റെ ഫോർമുല കൂടി പറയാം. അതാണ് വളരെ പ്രധാനം. അതായത് ഇത് വെച്ചിട്ട് നമുക്ക് പറയാവുന്ന ഇന്റഗ്രലിന്റെ ഫോർമുലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് d by dx of sin h inverse x equal to 1 by root of x square plus 1 എന്നതിൽ നിന്ന് ഇന്റഗ്രൽ 1 by x root of x square plus 1 dx equal to sin h inverse x plus c എന്ന് കിട്ടും. ഇന്റഗ്രൽ 1 by root of x square minus 1 dx equal to cos h inverse x plus c എന്ന് കിട്ടും, where x is strictly positive.
greater than 1. And third one, this is very important, integral dx by 1 minus x square. ഇതിന് രണ്ട് വാല്യൂ ഉണ്ട്, tan h inverse x plus c if x greater than mod x less than 1, and this the same value equal to cot h inverse x plus c when mod x strictly greater than 1. And integral 1 by x in the root of 1 minus x square equal to dx equal to tan h inverse, sec h inverse x plus c, and integral 1 by mod x in the root of 1 by mod x in the root of 1 plus x square equal to cosec h minus cosec h inverse x. ഇത് നമ്മള് വളരെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഇന്റഗ്രലിന്റെ ഫോർമുലകളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഫോർമുല. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി, സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എൽ എൻ ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. റൈറ്റ്? അപ്പോ ലാസ്റ്റ് നമ്മൾ പറയുന്ന ഈ ഫോർമുലകളാണ്. 1 by root of x square plus 1 in integral sin h inverse x plus c. Sin h inverse x എന്താണ്? ln of x plus root of x square plus 1. അതേപോലെ 1 by root of x square minus 1 in integral എന്താണ്? ln of cos h inverse x plus c. Cos h inverse x equal to ln of x plus root of x square minus 1. And integral dx divided by 1 minus x square dx equal to half into ln of 1 plus x by 1 minus x plus c. നമുക്കറിയാം, നോക്കുക, mod x ലെസ് ദാൻ 1 ആണെങ്കിൽ mod x ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ tan h inverse x plus c രണ്ടും ഒന്നുകിൽ tan h inverse x plus c ആണ്, അല്ലെങ്കിൽ cot h inverse x plus c ആണ്. രണ്ടും ജനറൽ ആയിട്ട് half into ln of mod 1 plus x divided by 1 minus x plus c എന്ന് എഴുതാം. ഓക്കെ, next integral dx divided by x in the root of 1 minus x square equal to minus ln into 1 plus root of. ഈ സെക്കൻഡ് പാർട്ട് നമുക്ക് ആദ്യം അറിയുന്നതാണ്, പക്ഷെ നമുക്കിത് അതിന്റെ ഇടയിൽ ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷനുമായിട്ട് കണക്ട് ചെയ്ത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം. അതാണ് ഈ സെക്ഷന്റെ ശരിക്കും മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ മോട്ടിവേഷൻ തന്നെ ഈ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി നമുക്കിത് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം. പ്രോബ്ലങ്ങള്, അത് ഫസ്റ്റ് പ്രോബ്ലം, evaluate integral dx divided by root of 3x square minus 1. This can be written as integral dx divided by root of 3x whole square minus this root 3x whole square minus 1. Now നമുക്ക് x square minus 1 ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ നമുക്ക് എന്താ പറയാ cos h inverse x ആണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് 3x square ആണ്. അപ്പൊ നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കും. പുട്ട് u equal to root 3x. അപ്പോ du by dx equal to root 3x ന്റെ റൂട്ടില്ല. അപ്പോ du equal to root 3 dx or root 3 dx equal to dx equal to du divided by root 3 എന്ന് കിട്ടും. ബാക്കി ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ആൻസർ ആവും. ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx ന് പകരം du divided by root 3 എന്നാണ് 1 by root 3 into du എന്ന് എഴുതി divide by root of u square minus 1 integrate ചെയ്താല് 1 by root 3 into cos h inverse u plus c, that is u equal to 3x, that is 1 by root 3 into cos h inverse root 3x plus c. Okay,
Next problem, find integral dx divided by root of 4 plus x square. ഇവിടെ 4 plus x square എന്ന് പറഞ്ഞാൽ x square plus 1 ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്റഗ്രൽ dx divided by root of x square plus 1 ആണ്. അപ്പൊ ഈ 4ന്റെ സ്ഥാനത്ത് എന്തേ വരാൻ പറ്റുള്ളൂ? 1 വരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് റൂട്ടിനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇന്റഗ്രൽ dx divided by റൂട്ടിന്റെ ഉള്ളിൽ 4 കോമൺ എടുക്കുക. 4 കോമൺ എടുത്താൽ 1 plus x square by 4 or x by 2 whole square വരും. So this equal to 1 by 2 in the integral dx divided by root of x by 2 whole square plus 1. If integral dx divided by x square plus 1 എന്നുള്ള ഫോർമുല ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? x by 2 ന് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. പുട്ട് u equal to x by 2, u equal to x by 2, du equal to dx by 2, dx by 2 or dx equal to 2 du. About this equal to 1 by 2 integral dx equal to 2 du divided by root of u square plus 1. 2 and 2 cancels, and so that this equal to cos h inverse sin h inverse x plus c, u plus c, u equal to x by 2 sin h inverse x by 2 plus c ആയിരിക്കും ഇതിന്റെ ആൻസർ. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇനി ഇതുപോലെ ബാക്കിയുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് ടേബിൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതിൽ എക്സർസൈസ് പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക. ഓക്കെ, ഇനി ഈ അടുത്ത ചാപ്റ്റർ ആണ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഹൈപ്പർബോളിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ വളരെ ഈസി ചാപ്റ്റർ ആണ്. ഇത് ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം തവണ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് റീപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഒരു പക്ഷേ വളരെ സ്ലോയിലൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ കൂടുതൽ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ക്വസ്റ്റ്യൻസ് വാട്സപ്പ് ഗ്രൂപ്പിലോ പേഴ്സണലായിട്ട് എനിക്കോ നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിലോ പോസ്റ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് ഡിസ്കഷൻ വെക്കാം. ഓക്കെ, പിന്നെ വീഡിയോസ് മാക്സിമം കാണുക. കണ്ടാലുള്ളല്ലോ അത് മനസ്സിലാവല്ലേ എന്നറിയാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ചെയ്യുക എല്ലാ പ്രോബ്ലങ്ങളും. ഹൈപ്പർബോളിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് അതിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് മിസ്സാവാത്ത വളരെ നല്ല രീതിയിൽ ആ ചാപ്റ്റർ പഠിക്കുക. ഓക്കെ.